ഗൈസ്, അപ്പൊ നമ്മൾ രാവിലെ റെഡി ആയി പോകുന്ന വിറവെടുക്കല്ല നമ്മുടെ ചാവക്കാട് പുതുതായി വന്നിട്ടുള്ള സ്റ്റുഡിയോയിൽ കാണട്ടാ. അപ്പൊ നമ്മൾ ഇനോഗ്രേഷൻ ഡേറ്റ് അന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നല്ല തിരക്കും അതേപോലെ ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് തിരിച്ചു പോകുന്നത് സെക്കൻഡ് ഡേയുടെ അന്നാണ് കേട്ടോ പോയിട്ടുള്ളത്. അതായത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ് പോയത് അന്ന്, അതായത് പെരുന്നാളിന്റെ തലേന്ന്. പക്ഷെ പെരുന്നാളിന്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, കാല് കുത്താനായിട്ട് ഉണ്ടായിരുന്നില്ല. ക്യൂ ഒക്കെ ബില്ലിങ്ങിന്റെ അവിടെ ഒക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു വലിയൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ. കളക്ഷൻസിന്റെ കാര്യം അടിപൊളി കളക്ഷൻസ് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൾ ഭാഗം കിഡ്സിനും ജെൻസിനും താഴെ ലേഡീസിനും ആയിട്ടാണ് കേട്ടോ. വെസ്റ്റേൺ വെയറിലും നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ കുർത്തി, അതുപോലെ കോഡ് സെറ്റ് ഒക്കെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി നമ്മുടെ ഈ നൈറ്റ് വെയർ, അതായത് ഒരു ബനിയൻ ക്ലോത്തിലൊക്കെയാണ് കോഡ് സെറ്റ് കൊണ്ടുവരാറ്, പക്ഷെ ഇപ്രാവശ്യം നല്ല നോർമലി കോട്ടണിലൊക്കെ കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് പറ്റിയതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എവിടെ സ്റ്റുഡിയോയിൽ കണ്ടാലും എനിക്ക് സ്റ്റുഡിയോയിൽ ഒന്ന് കയറി ഇറങ്ങണം, അതൊരു മനസ്സുഖമാണ്. അങ്ങനെ എനിക്ക് പറ്റിയ 2-3 പീസ് എടുത്ത് നമ്മൾ നേരെ ഷേക്ക് നോക്കാൻ വേണ്ടി മുകളിൽ പോയിട്ട്, മുകളിലാണ് ജെൻസും കിഡ്സും. അവിടെ ജസ്റ്റ് ഒന്നങ്ങനെ പോയി നേരെ താഴത്തേക്ക് ഇറങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പൊതുവേ സ്റ്റുഡിയോ ലവർ അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കും. ഷെയ് അങ്ങനെ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അറിയാലോ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിഫോം ആവും. അതെനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ എന്നാൽ പോലും സ്റ്റുഡിയോയുടെ കളക്ഷൻസ് പറയാതിരിക്കാൻ വയ്യാട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ്. നമ്മൾ 2K കിഡ്സ് ഒക്കെ എന്ത് വിചാരിക്കുന്നു അത് കറക്റ്റ് അവിടെ വെസ്റ്റേൺ വെയറിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കും കേട്ടോ. എടുക്കില്ല എന്നല്ല, ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അത് അക്സസറീസ് ആയാലും ഡ്രസ്സ് ആയാലും. പിന്നെ ഫുഡ് വെയറിലും അതേപോലെ മേക്കപ്പ് പ്രൊഡക്റ്റിലും ഷെയ്ഡ്സിലും എല്ലാം ബാഗിലൊക്കെ അടിപൊളി വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. എനിക്കും ഷെയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഉമ്മാക്കൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് എടുത്ത് ബില്ലടിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. കാരണം അത്രയും തിരക്കായിരുന്നു ബില്ലിങ്ങിന്റെ അവിടെ. ഒറ്റ മുതൽ അറ്റം വരെയായിരുന്നു കേട്ടോ ക്യൂ. കാരണം അവർക്ക് ഓൾറെഡി മുകളിലും താഴെയും ബില്ലിംഗ് കൗണ്ടർ ഉണ്ട്, പക്ഷെ അവർ താഴെ നിന്ന് മാത്രമാട്ടോ ബില്ല് ചെയ്ത് കൊടുത്തത്. ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഡ്രസ്സ് എടുക്കൽ പെട്ടെന്ന് കഴിയുന്നുണ്ട്, ക്യൂവിൽ 1/2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഓരോരുത്തർ ഡ്രസ്സ് ബില്ല് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതുപോലെ പാർക്കിങ്ങിന്റെ അവിടെ നിയന്ത്രിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല ടൈമില്ല. അതുകൊണ്ട് ഓൾറെഡി ചാവക്കാട് ഗുരുവായൂർ കുറച്ച് ചെറുതാണ്. പിന്നെ ഈ ബ്ലോക്കും കൂടി ആയപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അതർവൈസ് ഓക്കെയാണ്. അപ്പൊ നമ്മുടെ ചാവക്കാട് സ്റ്റുഡിയോ വന്ന് സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.